വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. അന്നേരം നമ്മുടെ സ്പെഷ്യൽ ഒരു വീഡിയോ ആണ് ഇന്ന് കേട്ടോ. ശ്രീകോട്ടം പോയ പിന്നെ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയും നമ്മുടെ ചെറിയ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം കലർത്തിയും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വീഡിയോകളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നോ കരുതുന്നു. അവൻ പോയതുകൊണ്ട് ആകെപ്പാടെ ഒരു വിഷമത്തിലാണ്. ഇപ്പോഴും ആ വിഷമം കൊച്ചിനെ എന്നെ ഒന്നും വിട്ടു മാറിയിട്ടില്ല. എന്താണെങ്കിലും അവൻ പഠിക്കട്ടെ അല്ലേ. അവൻ മിടുക്കനായിട്ട് ഇരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ വിളിച്ചായിരുന്നു, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഓരോരോ മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട്. അവൻ നന്നായിട്ട് പഠിക്കണം, മോനെ നല്ല ഫുഡ് കഴിക്കണം, അങ്ങനെയൊക്കെ അവന് സപ്പോർട്ടീവായിട്ടുള്ള കമന്റും മെസ്സേജും എല്ലാം കാണുന്നുണ്ട്. അതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതെ, എത്രമാത്രം അവനെ ഓരോരുത്തർ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ കമന്റിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതെ, ഒരു ചേച്ചിയായിട്ടും ഒരു അമ്മയായിട്ടും ഒരു ചേട്ടനായിട്ടും അച്ഛനായിട്ടും ഒക്കെ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരിയും പേരുണ്ട്. അവരോടൊക്കെ ഞങ്ങൾ നന്ദി പറയുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യലെന്ന് ഞാൻ പറഞ്ഞല്ലോ, സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. എന്നിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ മീൻ്റെ കാഴ്ച കാണുവാണോ? മീനിന്റെ വായിക്കകത്തെ ചെറിയ മീൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. ചില മീൻ്റെ വായിക്കകത്ത് ഇങ്ങനെ നോക്കുമ്പം കുഞ്ഞു മീനെ കാണാൻ പറ്റും, തീറ്റ തിന്നുന്നതേ. നോക്കുമായിരുന്നു, പക്ഷെ ഒന്നും കണ്ടില്ല. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കട്ടപ്പനയ്ക്ക് പോയപ്പോൾ മേടിച്ച മീനായിരുന്നു കേട്ടോ. ഒരു 2 കിലോ അടുത്ത് വരും. പിന്നെ ഇതിൻ്റെ പേര് അവർ പറഞ്ഞത് കരിവാളാഞ്ചി, അങ്ങനെ നമ്മളോട് പറഞ്ഞത്. കരിവാളാഞ്ചി നമ്മൾ ഇതുവരെ ഇവിടെ മേടിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് നമ്മളിവിടെ മേടിക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ ഗോൾഡിൻ്റെ ചെറുതൊക്കെയാണ് മേടിക്കാറ്. ഇന്ന് നമുക്ക് ഇവനെ ഒന്ന് നല്ലോണം മുളകിട്ടൊന്ന് സെറ്റാക്കാൻ ഓർത്തുകൊണ്ട് ഞാൻ എടുത്തതാണ്. 2 ദിവസമായി ഫ്രിഡ്ജിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. മേടിച്ചോണ്ട് വന്നേ അന്ന് നമുക്ക് കറി വെക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കുമായിരുന്നു. ഇന്ന് ഇവനെ നമുക്ക് അടിപൊളിയായിട്ടൊന്ന് കറി വെക്കണം. ഇതൊക്കെ കാണുമ്പോൾ ശ്രീകോട്ടിന് കൊതി വരും കേട്ടോ. അവന് മീൻകറി വലിയ ഇഷ്ടമാണ്. ഇറച്ചിക്കറിയേക്കാൾ കൂടുതൽ അവന് ഇഷ്ടം മീൻകറി തന്നെയാണ്. നല്ലോണം പുളിയൊക്കെ ഇട്ട് ചുമന്ന കളറി വെക്കുവാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി കപ്പയും കൂടെ വേവിച്ചുകൊണ്ട് ബഹു കേമോ എന്ന് പറഞ്ഞ പോലെ അവനിന്ന് കൊതി വരും ഇത് കാണുമ്പോൾ. നമുക്കിതിനെ വെട്ടി ഒന്ന് ശരിയാക്കാം കേട്ടോ. ഇത് ചെതുമ്പലൊക്കെ പോകാൻ പാടായിരിക്കും. നമുക്ക് ചെതുമ്പൽ നോക്കാം, ചേരണ്ടി പോയില്ലേ നമുക്ക് പൊളിക്കാം. ശരി, ഭയങ്കര പരിപാടിയാ. അയ്യോ, വെട്ടുകത്തേക്ക് എടുത്ത് കാണിക്കുന്നേ. എന്നോട് കളിച്ചാൽ വേണ്ട, വിവരം അറിയുന്നോ? ഇപ്പം കണ്ടോണം, ഒരാളെ ഞാൻ കൊല ചെയ്യാൻ പോവാ. കൊല്ല അത് ചത്തതാ. 2 കത്തി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഏതിനാ മൂർച്ചയുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മളൊരു വാഴയിലൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിലോട്ട് മീനെ ഇട്ട് ഇങ്ങനെയൊക്കെ മീൻ വെട്ടുമ്പം എല്ലാവരും കൈയൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. അതെ, പയ്യെ ദശ പോകാതെ കേട്ടോ. ഇച്ചിരിയൊക്കെ ദശ ചിലപ്പോൾ പോകുമായിരിക്കും കൊച്ചേ. കത്തിക്ക് നല്ല മൂർച്ചയായോണ്ടേ കൈ നോക്കിയിട്ട് നമ്മുടെ കുട്ടമ്മോൻ അമ്മേനെ ഏൽപ്പിച്ചു കാര്യങ്ങളെല്ലാം കേട്ടോ. നീ എന്നാ വെട്ടിക്കറി വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ രാവിലെ മടുത്തു, എല്ലാത്തിനും തീറ്റയൊക്കെ കൊടുത്തിട്ട് വന്ന്. എന്തോ ചെറിയ ക്ഷീണവും ഉണ്ട്, ജലദോഷക്കോളൊക്കെ ഉണ്ട്. അന്നേരം നീ ഇന്ന് ചെയ്യാവോന്ന് എന്നോട് ചോദിച്ചു. അന്നേരം ഞാൻ ചെയ്തോളാം. അതല്ല, അതിനെല്ലാം തീറ്റ കൊടുത്തിട്ട് വന്നിട്ട് രാവിലെ കയറി അങ്ങ് കുളിച്ചു. അഴുക്കായി. ഇനിയിപ്പം മീനും കൂടെ വെട്ടിയ ദേഹം ഫുൾ അഴുക്കാവും. നമ്മൾ പഴമൊക്കെ പൊളിച്ചിട്ട് തൊലി എടുത്ത് കളയാറേ എന്ന് പറയുന്നതുകൊണ്ടോ. ഇത് അതുപോലെ ചെത്തെടുത്താൽ മതി മൊത്തം അല്ലേ. മറ്റേ പാമ്പിന്റെ ഒക്കെ തോല് ഒളിച്ചു സെയിം അതുപോലെ ഇരിക്കുന്നല്ലേ. ഭയങ്കര ചെതുമ്പല കേട്ടോ. എല്ലാരും വളരെ ശ്രദ്ധിച്ചോണം കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ആണെങ്കിലേ അതെ കയ്യെ കയറാതെ നോക്കിക്കോണം. ഈ കത്തിക്ക് ചെറുതാണെങ്കിലും നല്ല മൂർച്ചയുണ്ട് ഈ കത്തിക്ക്. പിന്നെ മഴ മൂടലും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോക്ക് വെട്ടം ഉണ്ട്. എന്നാലും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. കണ്ടപ്പെടുത്ത ഒരു മീനുമായിട്ട് കൊറേ നേരമായി. ഭയങ്കര കട്ടിയാന്നേ. എനിക്ക് ചിരി വരുന്നുണ്ട് കണ്ടിട്ട്. ചാരം കൂട്ടി പിടിക്കുവാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെടണ്ട. ചാരം കൂട്ടി പിടിച്ചുണ്ടാക്കിയാലുണ്ടല്ലോ, എല്ലാവരും ചാരം കൂട്ടിയൊക്കെ പിടിക്കുന്ന സാധാരണ വലിയ മീനൊക്കെ മേടിച്ചോണ്ട് വരുമ്പം ചാരം കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഈ തൊലി ഭാഗമൊക്കെ ഉണ്ടല്ലോ, ചാരത്തിന്റെ ഒരു കളറ് കറുത്തിരിക്കും. അതെനിക്കിങ്ങനെ വലിയ ഇഷ്ടപ്പെടിയല്ല. അതുകൊണ്ടാണ് ഞാൻ ചാരം കൂട്ടി പിടിക്കാത്തത്. ഏകദേശം സെറ്റായി ഇത് കേട്ടോ. സെറ്റായി കണ്ടു ചെത്തി എടുത്തു. ബാക്കിയും കൂടെ തന്നിട്ട് കാണിച്ച് കൊടുക്കാം. മീനൊക്കെ മേടിക്കുമ്പോഴേ ഞാൻ പയ്യെ നൈസായിട്ട് ഒഴിഞ്ഞു മാറുവേ. കുട്ടയുടെ വെട്ടിപ്പറക്കിയൊക്കെ തരുന്നത്.
അങ്ങനെ ഒത്തിരി വലിയ മീനൊന്നും അങ്ങനെ വെട്ടുന്നില്ല ഞാൻ. ചെറിയ ചെറിയ മീനൊക്കെ വെട്ടുള്ളൂ. ഇന്ന് എനിക്ക് 8ന്റെ പണി കിട്ടിയിട്ടിരിക്കും കേട്ടോ. ആശാന പെയ്യെ രാവിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് അങ്ങ് ഇരുന്നിട്ട് നീ ഇന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതല്ലേ 8ന്റെ പണി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കിടന്ന് മൽപ്പിടുത്തം പിടിക്കുക. അയ്യോ, എൻ്റെ പെണ്ണ് മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ചാറ്റമഴ പെയ്തു കേട്ടോ. സൈഡും കൂടെ ആ വെട്ടിയാൽ മതി. ആ സൈഡും കൂടെ വെട്ടിയിട്ട് കയറി വരാം. സൈഡും കൂടെ വെട്ടി അവിടെ നല്ലോണം ഇച്ചിരി വെള്ളം ഒഴിച്ച് വിട്ടിട്ട് കയറിപ്പോരെ. ഇപ്പം മഴ പെയ്യുന്നതുകൊണ്ട് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. ആ ഇച്ചിരി നല്ലോണം വെള്ളം കൂടെ ഒഴിച്ച് കഴുകിയിട്ട് കയറി വരുവാണേ. കയറിപ്പോരെ. മഴ നനയണ്ട കേട്ടോ, പെട്ടെന്ന് കയറിപ്പോരെ. പിന്നെ വന്നേക്കാം. നിന്റെ തല കട്ട് ചെയ്യുവാണോ? ആരും ഇല്ലെന്ന് ഓർത്തോണ്ട് ഞാൻ തന്നെ ഭയങ്കര പണിയില്ല. പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തോണ്ട് പോ. മണ്ടേന്ന് അങ്ങ് മുറിക്ക്. എന്തെങ്കിലും മുറിക്കണം. ഇന്ന് പ്രാർത്ഥനയില്ലായിരുന്നോ? പ്രാർത്ഥനയുണ്ട്. എവിടെയാന്ന് കുറച്ച് നോക്കിയായിരുന്നോ? പ്രാർത്ഥന എവിടെയാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ ആ മിടുക്കി. അകത്തന്നെ, അകത്തുള്ള എല്ലാ തലയുടെ കൂടിങ്ങ് പോരും. പോന്നു. ഇനിയിപ്പം കഴുകി പിറക്കി എടുത്താൽ മതി. ഇവനെയൊന്ന് വെട്ടി ശരിയാക്കി എടുക്കണം ഇനി. ഇപ്പൊ അമ്മ മീനൊക്കെ വെട്ടി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മീന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം നമുക്കിത് പരിചയപ്പെടുന്ന കാര്യമൊന്നുമില്ല. എല്ലാവരും മീൻ കറി വെക്കുന്നവരല്ലേ, അവർക്കറിയാലോ എന്നൊക്കെ വേണമെന്നുള്ളത്. ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, അതിനുള്ള ചേരുവകളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമ്മളെപ്പോഴും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം പൊളിച്ചൊന്ന് വൃത്തിയാക്കി പറക്കി എടുക്കണം. ഇന്ന് 12 കേട്ടോ സമയം. ഈ മീൻ കറി വെച്ചിട്ട് വേണം നമുക്കിന്ന് ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട്. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ താമസിക്കുന്ന തോറും ആൾക്കുട്ടി എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് വിശക്കുന്നുണ്ട് അമ്മ, താമസം എന്ന് പറയുന്നുണ്ട്. ഓരോന്ന് ചെയ്ത് പറക്കി വരണ്ടേ അല്ലേ അച്ഛേ? അതെ. എന്നിട്ട് ഇച്ചിരി നേരം കൂടെ 1 മണിക്കാണ് സാധാരണ എല്ലാവരും ചോറുണ്ണുന്നേ. പണിയാൻ പോകുന്നവരും ജോലിക്ക് പോകുന്നവരും ഒക്കെ ഉണ്ടല്ലോ, കറക്റ്റ് 1 മണിക്കൊന്നും കഴിക്കില്ല. അവർ ജോലി സമയം കഴിയുന്നത് 1 മണിക്കാണ്. അവർ വീട്ടിൽ പോയി അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ ഒരു 1:30, 1:45 അല്ല, എനിക്കിപ്പോ വേണ്ട, ഞാൻ ബ്രെഡ് കഴിച്ചോ? ഞാനൊക്കെ തിന്നോ? അപ്പം ഞാനിത് പയ്യെ സെറ്റാക്കാം. എന്നിട്ട് പയ്യെ നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം. ഇതിപ്പോ എന്നാക്കിയാ ചേർണ്ടെന്ന്? ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കുഞ്ഞുള്ളിയുണ്ട്, കരിയാപ്പിലയുണ്ട്. ഇതെല്ലാം ചിരണ്ടി പറക്കി സെറ്റാക്കിയിട്ട് എല്ലാം ഞാൻ കാണിക്കാവേ. കരിയാപ്പിലയും ചിരണ്ടോ? കരിയാപ്പില ചിരണ്ടിയാണ് കേട്ടോ. അബദ്ധത്തിൽ പറഞ്ഞു പോയത്. പക്ഷെ എനിക്ക് അവിടെ എടുത്ത് വെച്ചതല്ലേ, ഞാൻ അങ്ങോട്ട് പറിച്ചോണ്ട് വന്ന് വെച്ചതാ. ഓ, പപ്പായപ്പാല തന്നെയാ മോളും കേട്ടോ. എന്നേലും ഒന്ന് വീട് കിട്ടാനിരിക്കും. അന്നേരം എന്നെ കുറ്റം പറയാനും കളിയാക്കാനും ഒക്കെ. അതൊക്കെ ഒരു രസമല്ലേ? ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാൻ ഞങ്ങള് 3 പേര് ആകപ്പാടേ ഉള്ളൂ. അതിനെനിക്ക് കുഴപ്പമില്ല. പപ്പ ഉറങ്ങിപ്പോയി. ഉറങ്ങിയോ? ആ, ഞാനിപ്പോ പോയി നോക്കി. ഇച്ചിന്നേരം കിടക്കട്ടെ. രാവിലെ എണ്ണീറ്റാ നല്ലൊരു പണിയാ. നമുക്ക് കോഴിക്ക് കൊടുക്കും പട്ടിക്ക് കൊടുക്കും ഒക്കെ നല്ലൊരു പണിയാ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പറമ്പിലോട്ടൊക്കെ ഇറങ്ങണം. അതുകൊണ്ട് പിന്നെ ഇന്ന് മഴയായതുകൊണ്ട് ആകെപ്പാടെ ഒരു ശോകം. അതെ, ഭയങ്കര മഴ അല്ലേ? ഞാനാണ് ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോകണമെന്ന് ഓർത്താണേ. ഇന്ന് ഞാൻ ഈ ശനിയും ഞായറും ഇരിക്കുമ്പോഴല്ലേ ആകപ്പാടെ ഇവിടെ വീട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുള്ളൂ. എന്നെ ഒത്തിരി ദിവസമായിട്ട് രാധമ്മ വിളിക്കുവോ കൊച്ചൊന്ന് താഴോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞോണ്ട്. അതേന്നേ, അമ്മ 2-3 ദിവസമായിട്ട് എന്നെയും വിളിക്കുന്നുണ്ട്. അവിടെ കുറച്ച് അരിയൊക്കെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞേ, റേഷൻ കടയിൽ നിന്ന് മേടിച്ചതേ. കോഴികൾ അന്ന് വിടാന്ന് പറഞ്ഞു. കുറച്ച് ദിവസമായിട്ട് വിളിക്കും, ഒന്ന് ഇറങ്ങിപ്പോകാൻ ഇതുവരെ സമയം കിട്ടും. എന്നോട് പറഞ്ഞു കൊച്ചു വന്നവിടെ നിക്ക്, ഒരു ദിവസം നമുക്ക് ഇവിടെ നിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പോക്ക് നടക്കുന്നില്ല. മഴയുവാ. ഇന്ന് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, അപ്പൊ അവിടെ മഴ പെയ്യുന്നു. മാമനാണെങ്കിൽ മാളക്കുട്ടി ചെന്നില്ല, വലിയ വിഷമമാണ് കേട്ടോ. ഒത്തിരി ദിവസം എന്നെ വിളിച്ചായിരുന്നു. ഇവിടുത്തെ ഇളയതൊക്കെ ആയോണ്ട് എല്ലാവർക്കും മാളക്കുട്ടിയാ വലിയ കാര്യമാണ്. അത് ഞാൻ മുതലെടുക്കുന്നുണ്ട്. മുതലെടുക്കുന്നുണ്ട്. രാമയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നേലും ഉണ്ടെങ്കിൽ മേടിച്ച് വരക്കി കൊടുക്കാനും. ഒരുപാട് മിച്ചറൊക്കെ രാമ മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ കൊച്ചിന് ഇച്ചിരി തരാതെ കഴിച്ചാൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇറങ്ങി വാ കൊച്ചാ. ഇപ്പൊ എന്തോ ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, അതിനാണ് വിളിക്കുന്നത്. ചെറുതായിട്ട് എന്റെ കയ്യെ മീന്റെ മുള്ളൊന്നും കൊണ്ട് കേട്ടോ. മുറിഞ്ഞോ? മുറിഞ്ഞില്ല, ചെറുതായിട്ടൊന്ന് കൊണ്ടിട്ട് ഇപ്പം ഈ വിരലിനൊരു കട്ടുകിടപ്പുണ്ട്. അപ്പൊ അത് ചിരണ്ട് ചിരണ്ടി സെറ്റാക്കി കാണിക്കാവേ. സെറ്റ്. അപ്പൊ മീൻ കട്ട് ചെയ്യാൻ പോവാണോ? കട്ട് ചെയ്യാൻ പോവാ. മീൻ കട്ട് ചെയ്യുന്ന എങ്ങനെ?
ആദ്യം ഇതിന്റെ സൈഡ് അങ്ങോട്ട് കട്ട് ചെയ്ത് വിടാം. അന്നേരം ഒരു മെനക്കൊക്കെ ഇരിക്കും. മെനക്കൊക്കെ ഇരിക്കുന്നു. ഇതിന്റെ വയറിന്റെ ആ പീസിലെ അതായത് ഭയങ്കര കട്ടിയാ. വെള്ളം പിടിച്ചാണല്ലോ അതെ പരിപാടിയൊക്കെ. ഭയങ്കര കട്ടിയായോണ്ട് നമ്മളിതിങ്ങനെ വരഞ്ഞു വരഞ്ഞു വരഞ്ഞ് ഞാനിങ്ങനെ വെക്കും. എന്നിട്ട് പയ്യെ വലിയ കത്തി എടുത്തോണ്ട് വന്നിട്ട് നമ്മളതിന്റെ മുള്ളങ്ങോട്ട് മുറിക്കും. ഞാൻ കയ്യിൽ ഉറയിട്ടേക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഈ മീനിന്റെ മുള്ളു കൊണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു കട്ടയെടുപ്പുണ്ടേ, അതുകൊണ്ട് അങ്ങ് എടുത്തിട്ടാ. ഇനി അവിടെ എവിടെയും കൊണ്ടുപോയി കുത്തി കയറ്റരുത്. ഞാനെല്ലാം അങ്ങ് വരഞ്ഞു. ഇനി ഞാൻ ഒരു മുട്ടി എടുത്തോണ്ട് വന്നിട്ട് അതിന്റെ മുള്ള് വെട്ടി പാകത്തിനെടുത്തിട്ട് കാണിക്കാം. അപ്പം അമ്മ മീനൊക്കെ വെട്ടി കണ്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കഴുകി അല്ലേ? കഴുകി വൃത്തിയാക്കി. ഇനിയിപ്പം അരപ്പൊക്കെ ചേർക്കാൻ പോവാ. എനിക്ക് ചെറിയ ജലദോഷക്കോളൊക്കെ ഉണ്ട് തോന്നോട്ടെ. ഇന്ന് ചെറിയ രാട്ടമണ നനയും ചെയ്തു മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പം. ഇനിയിപ്പം പനി പിടിക്കുമെന്ന് അറിയത്തില്ലാത്തത്. പനി പിടിച്ചാൽ അത് എനിക്കും തരും, എന്നിട്ട് എൻ്റെ സ്കൂളിൽ പോക്കും മുടങ്ങും. ഇല്ലെന്നേ, ഞാൻ തരുമൊന്നുമില്ല. ഞാൻ ആർക്കും ഒരു സാധനം ഞാൻ കൊടുക്കുകയില്ല. പനി ചുമയൊന്നും ഞാൻ ആർക്കും കൊടുക്കുകയില്ല. ഞാൻ ആർക്കും ഒരു സാധനം കൊടുക്കത്തില്ലത്. പനിയും ചുമയൊക്കെ ഞാൻ തന്നെ കൊണ്ടു നടക്കും. അതൊന്നും ആരും എന്നോട് ചോദിക്കുകയും ചെയ്തത് ഞാൻ തരത്തുമില്ല. ഞാൻ കെട്ടിപ്പിടിച്ച് വരുമ്പോ എടുക്കുമ്പോ അതെനിക്ക് കിട്ടും, അത് വേറൊരു കാര്യം. അരപ്പൊക്കെ ചേർക്കാവേ. അരപ്പൊക്കെ ചേർക്കാം. ചട്ടി ചൂടായി, എണ്ണ ഒഴിക്ക്. നല്ല ആട്ടിയ വെളിച്ചെണ്ണ കേട്ടോ. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു. ചൂടാകട്ടെ. എല്ലാം പറഞ്ഞിടണം കേട്ടോ. എൻ്റെ വെളിച്ചെണ്ണ ടപ്പ് ചെയ്ത് കേട്ടോ. ഒരു കുഴപ്പമില്ല, വെച്ചാലൊന്നും കനക്കൊന്നുമില്ല. എണ്ണ ചൂടാണേ താമസിക്കും അല്ലേ? മൺചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചാൽ എപ്പോഴാണേലും ഒരു 2 മിനിറ്റ് പിടിക്കുക. എന്നാന്ന് വെച്ചാൽ ചട്ടി ഒന്ന് ചൂടായാൽ പോലും എണ്ണ ഒന്ന് ചൂടായി വരണ്ടേ. ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇടുകടുക നല്ലോണം ഒന്ന് ചൂടാകട്ടോ എണ്ണ. തനിക്ക് വിശക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് താനിങ്ങനെ ധൃതി വെക്കാതെ. എണ്ണ നല്ലോണം ചൂടായിട്ട് കടുകിട്ടില്ലെങ്കിൽ താമസമാണ് പൊട്ടാൻ. ചൂടായിട്ട് എണ്ണ ഇടുവാണ്. കടുകിട്ടാൽ പെട്ടെന്ന് പൊട്ടും. അവിടെ പോയി. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണല്ലോ. എണ്ണ എവിടെ ഇട്. എണ്ണ ചൂടായില്ലായിരുന്നു കേട്ടോ. പൊട്ടുന്നില്ല. നമ്മുടെ കടുകെല്ലാം പൊട്ടി തീർന്നു. എന്നിട്ട് നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നീ ഇത് മൂപ്പിച്ചെടുക്കണം അല്ലേ? ഇയാള് നല്ലോണം വഴറ്റിയെടുക്കണം. കരിയാപ്പിലയും കൂടെ ഇടുന്നുണ്ട്. ഇനി അത് ഇളക്കിയെടുക്കണം. എന്നെ കറി വെക്കാനും കൂടെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. കൊച്ചു വീഡിയോ എടുക്കുമ്പം എല്ലാം ശ്രദ്ധിച്ചോണ്ട് എന്തെല്ലാം സാധനങ്ങളാണ് ഇടുന്നതെന്നും ഏത് സമയത്താണ് അത് ഇടുന്നതെന്നും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് കറിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒപ്പം ഒന്ന് അറിയാൻ പറ്റും. ഇനി ഞാനൊരു ദിവസം തന്നെ മീൻ കറി വെക്കുന്നുണ്ട്, വെച്ച് തരാം. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. നമ്മൾക്ക് മീൻ മേടിച്ചു തരാം കേട്ടോ. എന്നിട്ട് കൊച്ചു തന്നെ വെട്ടിപ്പാക്കി അതിൻ്റെ ചേരുവകളൊക്കെ എടുത്ത് കറി വെച്ച് നോക്കണം. സെറ്റാകുമോ നമുക്ക് നോക്കാം. നമ്മുടെ മീൻ കറി വെക്കാൻ വേണ്ടി ഞാൻ പുളി വെള്ളത്തിയിട്ടുണ്ട് കേട്ടോ. പുളിയും അതിൻ്റെ കൂടെ 3 കഷ്ണം പുളി വെള്ളത്തിയിട്ട് തിളപ്പിക്കുന്നുണ്ട്. അപ്പം അമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി കേട്ടോ. ഇത് മിക്കവാറും ഇപ്പം കരിഞ്ഞെങ്ങാനും പോയാൽ വരുമ്പോൾ എനിക്ക് നല്ല സുഖമായിരിക്കും. വന്നു ഇനിയിപ്പോഴേ നല്ലോണം മൂത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അരപ്പിടാൻ പോയി. എന്നൊക്കെ എടുത്ത് വെച്ചേക്കെന്നറിയാമോ? എനിക്കിത് ഇത് നമ്മുടെ ഫിഷ് മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. നമ്മൾ കാശ്മീരി പൊടി എടുത്തേക്കുന്ന മുളക് പൊടി കേട്ടോ. ഞാൻ ഉലുവ ഇടാത്ത എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഫിഷ് മസാല ചേർക്കുന്നുണ്ടാവും ഉലുവ ഇടാത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഇങ്ങോട്ട് തട്ടാം. ഇനി നല്ലോണം മൂത്ത് വരുന്ന വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് തീ ഇച്ചിരി കുറച്ചിടാം, അല്ലെ കരിഞ്ഞു. തീ ഇച്ചിരി കുറച്ചിട്ടിട്ട് ഇളക്ക്.
എപ്പോഴാ വെള്ളം ഒഴിക്കുന്നേ? വെള്ളം ഒഴിക്കുന്നത് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ. കൊച്ചിനെ അതും അറിയത്തില്ലേ. മീന് ഇടുന്നതിന് മുന്നേ വെള്ളം ഒഴിക്കും. മീൻ ഇടുന്നതിന് മുമ്പൊക്കെയാണ് വെള്ളം ഒഴിക്കുന്നത്. ഇത് കണ്ടോണം ഇപ്പൊ എന്നാ പരിപാടിയാ ചെയ്യാൻ പോകുന്നത് കണ്ടോണം കേട്ടോ. നമ്മുടെ അരപ്പ് മൂത്തിട്ടുണ്ട്. അയ്യോ കാണത്തില്ല. ആ ഇപ്പൊ കാണാം. അരപ്പ് മൂത്തു. ആദ്യം പുളിവെള്ളം ഒഴിക്കുവോ? പുളിവെള്ളം ഒഴിച്ച് വേണമെങ്കിൽ ഇനി ഇച്ചിരി കൂടെ നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഓരോ കഷ്ണങ്ങൾ എന്തോരം ഉണ്ടോ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചിലവർക്ക് ചാറ് വേണ്ടവരുണ്ട്, ചിലവർക്ക് ചാറ് കുറച്ച് മതി, വെള്ളം പരുവത്തിലൊക്കെ ഇരിക്കണം, അങ്ങനെയൊക്കെ മതി. നമുക്കിവിടെ ചാറ് വേണം. വൈകിട്ടൊക്കെ ഇച്ചിരി കപ്പയൊക്കെ വേവിക്കുമ്പോൾ ഇച്ചിരി മീൻ ചാറൊക്കെ വേണം. അതുകൊണ്ട് നമ്മൾ പിന്നെ കൂടുതലും ചാറ് കൂട്ടുന്നുണ്ട്. ഇച്ചിരി ചാറൊക്കെ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് സ്വല്പം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. നീപ്പന് ഉപ്പിട്ട് കൊടുക്കണം. നീപ്പന് ഉപ്പിട്ട് കൊടുക്കണം. എന്നാ ഉപ്പിട്ട് കൊടുക്കണം? എന്നാ പറയുന്നേന്ന് എന്റെ ദൈവമേ. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഇപ്പൊ നല്ലൊരു കളർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ. നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. എന്നാ ഇളക്ക്. ഇനി ഇവനെ ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ പറക്കി ഇട്ട് കൊടുക്കാം. തിളച്ചു. നമ്മുടെ മീൻചാറ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മുടെ തല ഒരെണ്ണം എടുത്തിട്ട് കൊടുക്കാം. മീൻ ഓരോന്നോരോന്ന് പിറക്കിയിട്ട് കൊടുക്കുക. ആ ചാറിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. എൻ്റെ പൊന്നോ, ഇപ്പഴേ കൊതി വിടാതെ. ആ കറി ഇനി ഒന്നിനും കൊള്ളത്തില്ല. നീ ഇനി ആ കറി ഒന്നിനും കൊള്ളത്തില്ലെന്ന് ശ്രീകുട്ടനും എങ്ങനെയാട്ടോ എന്തായാലും കറി വെക്കുമ്പോഴത്തേന് ഓടി വന്നിട്ട് പറയും, ആ അടിപൊളി, ഈ പെരക്കകത്ത് നിൽക്കാൻ പറ്റുന്നില്ല അമ്മേ, അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. എന്നാ കറിയാ വെക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഓടി വരും എന്ന് പറഞ്ഞവരാണോ നീയും? അല്ല ചാറിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞേ. ഇനി അത് മീനൊന്ന് വെന്താ എനിക്ക് കുറച്ച് ചോറുണ്ണ. നമ്മൾ ഈ മീൻ വെട്ടിയേക്കോട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചു കേട്ടോ, വറക്കാനായിട്ട്. മാളക്കുട്ടിക്ക് കറിയൊക്കെ ഇഷ്ടം വറക്കുന്നതാണ്, അതുകൊണ്ട് നമ്മൾ വറക്കാനായിട്ട് മാറ്റി വെച്ചു. അന്നേരം നമ്മുടെ കറിയെല്ലാം ഇതുണ്ട സെറ്റായി വരുന്നു. ഇനി കരിയാപ്പില ഇടണ്ടേ? കരിയാപ്പില നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടി നമ്മൾ ഇതിന്റെ മണ്ട 2 തണ്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അത് വേഗണം. ഇനി നല്ലോണം തിളക്കട്ടെ. തുടച്ചെല്ലാം വൃത്തിയാക്കുവാണോ? പരിപാടിയെല്ലാം തീർന്നോ? പരിപാടിയില്ല, മീൻ്റെ ഒക്കെ മണം ഉള്ളോണ്ടേ ഞാൻ ഇവിടെ ഒന്ന് സോപ്പിട്ട് കഴുകുവായിരുന്നേ. ഇനിയിപ്പോ കറി പറ്റാതായി. നോക്കാം. അടിപൊളി. വൗ യമ്മി. അതാരുടെ ഡയലോഗ് അറിയാവോ? ചേച്ചിയുടെ. നമുക്ക് ഗ്യാസ് നിർത്തി വെക്കാം. ഇനി പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, പക്ഷെ ഇച്ചിരി പച്ചവെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കും. തിളയൊക്കെ കയറി നല്ല കിടിലനായിട്ടുണ്ട് കേട്ടോ. കൊടി വരുന്നുണ്ട്. ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കൊതി വരുന്നുണ്ട്. വെള്ളം വന്നു. നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചി മുട്ട മേടിക്കാൻ വന്ന കേട്ടോ. മുറ്റത്ത് വന്നപ്പോഴേ എന്നോട് ചോദിച്ചു, മീൻകറിയാണോ മോളമ്മേന്ന്. നല്ലതാണോ ചുറ്റും? ആണല്ലേ. എൻ്റെ കറിക്ക് എല്ലാവരും കൊതി കിട്ടോ. അന്നേരം കൊതി കിട്ടു. നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട്. അയലൊക്കത്തുള്ള ചേച്ചിമാരെല്ലാം നമ്മളോട് മുട്ട മേടിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ 7 രൂപയ്ക്കാണ് മുട്ട കൊടുക്കുന്നത്. വീടുകളിലൊക്കെ എല്ലായിടത്തും 7 രൂപ തന്നെയാണ് മേടിക്കുന്നത്. കടയിൽ നമ്മളൊക്കെ 8 രൂപയ്ക്കല്ലേ കിട്ടുന്നത്. അതുകൊണ്ട് ചേച്ചി പറഞ്ഞു, മുട്ടയുണ്ടെ പറക്കി വെച്ചേരെ, എന്തോരം ഉണ്ടെങ്കിലും ഞാൻ മേടിച്ചോളാം, വേറെ ആർക്കും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. നമ്മുടെ കോഴിപ്പെണ്ണുങ്ങളോടൊക്കെ തീറ്റ കൊടുക്കാൻ പോകുമ്പോൾ അന്നേരം പറയണം, ഇടി എന്നും മുട്ട ഇടണം. പറഞ്ഞ ഇട്ട് തരും. അന്നേരം അതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ തവിയിട്ട് ഇളക്കാറില്ല, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അല്ലല്ലോ ഒത്തിരി തവിയിട്ട് ഇളക്കിയാൽ പൊടിഞ്ഞു പോകും. ഇപ്പൊ സംഭവം കിടിലൻ സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ.
ഇനിയിപ്പം ചോറിന്റെ കൂടെ കഴിക്കാം. പപ്പാനെ വിളിക്കണ്ടേ? പപ്പാനെ വിളിച്ചോ, കറി സെറ്റായെന്ന് പറ. എന്നിട്ട് വിളിച്ചെണ്ണിപ്പിക്കുക. കൊച്ചിന് പപ്പടം വേണോ? പപ്പടം വേണം. ആണോ? എന്നാ പപ്പായെ വിളിച്ചെണ്ണിപ്പിക്കുമ്പോഴത്തേന് 2 പപ്പടം കൂടെ കാച്ചാം. ഓക്കെ. എന്നിട്ട് ചോറ്. എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുന്നില്ലേ? ടേസ്റ്റ് ഒക്കെ ചെയ്യാൻ തരാം. ഭയങ്കര ചൂടാണ്. ഒന്ന് ഊതട്ടെ, അല്ല എന്റെ കുഞ്ഞിന്റെ കുഞ്ഞിക്കൈ പൊള്ളിപ്പോയ എന്നാ ചെയ്യും? അതൊക്കെ നേരാ. നല്ലതാ. ആണോ? എരിവും പുളിയൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. ഇച്ചിരി ഉപ്പ് കൂടിപ്പോയോ? കുറവാണോ? കുറഞ്ഞു പോയാൽ നമുക്ക് ഉപ്പിടാം. കൂടിപ്പോയോ? കൂടുതലൊന്നല്ല, ഇച്ചിരി കുറവാന്ന് തോന്നണം. എന്നാ ഞാൻ ആവശ്യം ഇട്ടോ. അപ്പം നല്ലതാ. അടിപൊളിയായിട്ട് എൻ്റെ അമ്മ മീൻകറി എനിക്ക് ഇന്ന് വെച്ച് തന്നിട്ടുണ്ട്. ആ പട 2 ദിവസം വീട്ടിൽ ഇരിക്കുന്നുള്ളൂ. അപ്പം നല്ല നല്ല ഫുഡൊക്കെ എനിക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. നമ്മൾ ഈ കൈ കഴുകിയിട്ട് വന്ന് ഇരിക്കുമ്പോൾ അറിയത്തില്ല ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും. നമ്മളിവിടെ ഇരുന്ന് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ അല്ലേ? വെട്ടുന്നതും അത് പീസാക്കുന്നതും അത് കഴുകി പറക്കി എടുത്തുകൊണ്ട് വരുന്നതും അതിന് വേണ്ട ചേരുവകളൊക്കെ എടുക്കുന്നതും കറി വെക്കുന്നതും അതിന് ഉപ്പുണ്ടോ പുളിയുണ്ടോ കൂടിപ്പോവോ, മനസ്സിൽ ചിലപ്പം ഉപ്പ് കൂടിപ്പോവോ അല്ല പുളി കൂടിപ്പോവോ, ചേട്ടന് ഇഷ്ടപ്പെടുവോ മക്കൾക്ക് ഇഷ്ടപ്പെടുവോ എന്നൊക്കെ ഒരു വേവലാതി എല്ലാവരുടെയും മനസ്സിലുണ്ടാവും അല്ലേ? അന്നേരം എന്തേലും കുറ്റങ്ങളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നതല്ലേ. ചിലപ്പോൾ അമ്മമാര് അല്ലെ ചേച്ചിമാര് പല കാര്യങ്ങളും ചിന്തിച്ചോ പല ടെൻഷനുകളും ഒക്കെ മനസ്സിൽ കാണും. അന്നേരം അങ്ങനെയൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പം എന്തേലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങ് ക്ഷമിക്കുക. എന്നിട്ട് നല്ലതാമ്മയെന്നൊരു വാക്ക് പറയുവാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാകും. ഞാൻ കുഞ്ഞുമക്കളോടാണ് പറയുന്നത് കേട്ടോ. നല്ലതാമ്മയെന്ന് പറയുവാണെങ്കിൽ അവർക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. എന്തെങ്കിലും പോരായ്മ ഉണ്ടായാലും നല്ലതാന്ന് പറഞ്ഞേക്കണം. അന്നേരം അമ്മമാർക്ക് ഭയങ്കര സന്തോഷമാകും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നല്ല വീഡിയോ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു അല്ലേ? അതെ. അമ്മയുടെ ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തലമുറ അടിച്ചു പൊട്ടിക്കണം. ടാറ്റാ.